ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റർടൈനിങ് ആപ്ലിക്കേഷനായിരുന്ന ടിക്ടോക്ക് ബാൻ ചെയ്തു. അപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതുപോലെ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ തപ്പി നമ്മളുടെ കൂട്ടുകാർ ഒത്തിരി സെർച്ച് ചെയ്തു. പല ആപ്ലിക്കേഷൻസും അതിൻ്റെ പേരിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ആ ആപ്ലിക്കേഷനൊന്നും അത്ര കണ്ട് വിജയിച്ചില്ല. ഇപ്പോൾ അതാ നമുക്കൊരു നല്ലൊരു അവസരമായിട്ട് ഇൻസ്റ്റഗ്രാം ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു അപ്ഡേറ്റിൻ്റെ പേര് റീൽസ് എന്നാണ്. അപ്പോൾ ആ അപ്ഡേറ്റ് ഉള്ള ഇൻസ്റ്റഗ്രാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇതുപോലെ ടിക്ടോക്കിൽ ചെയ്തതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പല സെറ്റിങ്സുകൾ നടത്താനായിട്ടും എഡിറ്റ് ചെയ്യാനായിട്ടും നമ്മളുടെ യൂസേഴ്സിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയതുകൊണ്ട് ഫോളോവേഴ്സിൻ്റെ മുന്നിൽ നമുക്ക് അത് പബ്ലിഷ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതും ആ ഒരു വീഡിയോ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ആ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനുള്ളിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം ഇതുപോലെ വരും. ഓപ്പൺ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ ഈ ഒരു സ്ക്രീനിൽ URA ബീറ്റ ടെസ്റ്റർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്കും കാണാൻ പറ്റും. അവിടെ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അത് അപ്ഡേറ്റ് എന്ന് കൊടുത്തിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ് എഴുതിയെടുത്ത് അപ്ഡേറ്റ് എന്നായിട്ട് വന്നോളും. എന്നിട്ട് അതിനുശേഷം ആ ഗ്രീനിലുള്ള അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പം ഇൻസ്റ്റഗ്രാം ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു വെർഷൻ അപ്ഡേറ്റ് ആയിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കിന് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതാണല്ലോ നമ്മുടെ ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിനകത്ത് താഴെ ആ സെർച്ച് ഉണ്ട്. ഹോമിൻ്റെ തൊട്ടിപ്പുറം ഇറക്കുന്ന സെർച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഈ ഏറ്റവും മേളിൽ കാണുന്ന വീഡിയോയുടെ താഴെ റീൽസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് പോലെയുള്ള വീഡിയോസ് നമുക്കിതുപോലെ കാണാനായിട്ട് പറ്റും. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, നമുക്ക് ലൈക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. തൊട്ടിപ്പുറം നമുക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു 3 ഡോട്ട്സ് അവിടെ കാണിക്കുന്നുണ്ട്. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ ലിങ്ക് കോപ്പി ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷനുണ്ട്. ടിക്ടോക്കിനകത്തൊക്കെ ഉള്ള സെയിം ഓപ്ഷൻസ് തന്നെ. ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടിക്ടോക്കിലിട്ട വീഡിയോയാണ്. ആ വീഡിയോ നേരെ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലൈക്സ് ഒക്കെ നോക്കുക, 21.2K ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് പുതിയതായിട്ടൊരു വീഡിയോ ഈ ഒരു ഫീച്ചറിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും മേളിൽ കാണുന്ന ആ ഒരു ക്യാമറ, റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇതിപ്പോൾ റിയർ ക്യാം ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ക്യാമറ റീഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി ക്യാം ഓപ്പൺ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ക്രീനിൽ താഴെ കാണുന്ന ആ ഒരു റൈറ്റ് സർക്കിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കിന് വീഡിയോ ഓൾറെഡി റെക്കോർഡായിട്ട് സേവ് ആവുകയും ചെയ്യും. ഇനി ഈ റെക്കോർഡിങ്ങിന് എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് കാണുന്നത് ഒരു മ്യൂസിക്കിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ ബിൽറ്റ് ആയിട്ടുള്ള കുറേ മ്യൂസിക്കൊക്കെ ഇൻസ്റ്റഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല നമ്മളുടെ ഈ ഒരു ഫോണിൽ നിന്ന് ബ്രൗസ് ചെയ്തെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡൊക്കെ ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ടൈമറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. സ്പീഡ് കൂട്ടുകയും സ്പീഡ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഓപ്ഷൻസ് ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ എഫക്ട്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് ഒക്കെ നമ്മളുടെ വീഡിയോയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വേറെ രീതിയിലോട്ടത് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൈമർ, ഈ വീഡിയോയ്ക്ക് അത് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയണമെങ്കിൽ നമ്മളിപ്പോൾ 15 സെക്കൻഡിൻ്റെ വീഡിയോ എടുത്തു. 15 സെക്കൻഡാണ് ഇതിനകത്തുള്ള ടൈം. 15 സെക്കൻഡിനകത്ത് 10 സെക്കൻഡ് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റാനും കട്ട് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും. ടൈമർ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന ആ ഒരു ആരോ, റൈറ്റ് സൈഡിൽ കാണുന്ന ആ ആരോയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളുടെ താഴെ ഒരു പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത ആ ഒരു വീഡിയോയുടെ പ്രിവ്യൂ അവിടെ കാണിക്കുന്നുണ്ട്. വീണ്ടും ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്
2 ഓപ്ഷൻസ് വരും. ഒന്നെങ്കിൽ നമുക്ക് റീൽസിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ റീൽസിലോട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പം ആ ഒരു വീഡിയോ അപ്ലോഡായി വരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു വീഡിയോ ആയിട്ട് റീൽസിനുള്ളിൽ അത് അപ്ലോഡാകും, ബാക്കിയുള്ള ആൾക്കാർക്ക് അത് കാണാനായിട്ടും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ടിക്ടോക്കിൻ്റെ ആ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ലൈവായിട്ട് ഇപ്പോൾ എടുക്കുകയാണ് ചെയ്തത്. ഇനി അങ്ങനെ എടുക്കുകയല്ല, നമ്മളുടെ ഫോൺ ഗാലറിയിലുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ താഴെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നിന്ന് നമുക്ക് വീഡിയോസിനെ അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പുതിയതായിട്ട് വന്ന ഫീച്ചറാണ്. അതുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടുകാരെല്ലാം പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കൊള്ളുക. കാരണം ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വൈറലാകാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലുണ്ട്. അപ്പം ഫോളോവേഴ്സിനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫീച്ചർ ആയതുകൊണ്ട് ഭാവിയിൽ മോണിറ്റൈസേഷൻ ഫീച്ചർ പോലെയുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ, അതായത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷനൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഇപ്പോഴേ നിങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങിക്കൊള്ളുക. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഇട്ടിട്ട് ഫോളോവേഴ്സൊക്കെ കുറേ ഉണ്ടെങ്കിൽ അപ്പോൾ മോണിറ്റൈസേഷനൊക്കെ അങ്ങനെ ഒരു ഫീച്ചറൊക്കെ നമുക്ക് വരികയാണെങ്കിൽ അന്ന് നമുക്ക് പ്രയോജനപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.